ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെല്ലാം ഇതുവരെ ഈ റൂട്ട്സ് ആൻഡ് പാർട്സ് ഓഫ് ദി റൂട്ട്സിനെ പറ്റി പഠിച്ചു. ഈ റൂട്ട്സ് എങ്ങനെയെല്ലാം ആദ്യകാലത്തിരുന്ന് ഇന്ന് വരെ ഉപയോഗപ്പെടുത്തി എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ മുഖ്യമായതും ആദ്യത്തെയും പാഠഭാഗം. And now? Excuse me, madam. Yes, sir. I have an information for the class. Students, class ആരംഭിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കെല്ലാം ഒരു ഗുഡ് ന്യൂസ്. ബോട്ടണി സ്റ്റുഡൻസ് എല്ലാം ചേർന്ന് 1 month സ്റ്റഡി ടൂറിനായി ബാംഗ്ലൂരിന് സമീപമുള്ള തുംകൂർ ഫോറസ്റ്റിലേക്ക് പോകാൻ പോകുന്നു. ഇതാണ് പറ്റിയ സന്ദർഭം. ഈ സന്ദർഭം നമ്മൾ ശരിക്കും മുതലാക്കണം. ഈ ടൂറോടുകൂടി നമ്മുടെ കോളേജ് ബ്യൂട്ടി രേഖയുടെ ഗർവം ഒന്ന് അടക്കിയേ പറ്റൂ. അതുമാത്രം പോരാ, കോളേജ് ഹീറോ അരുണിന്റെയും രേഖയുടെയും പ്രണയം തകർക്കുകയും വേണം. കമോൺ. ദം ദം തനദന ദം ദം തനദനനം ഹേ ദം ദം തനദന ദം ദം തനദനനം തങ്കക്കടമിടി നൽകും കമലദളം മന്ദസ്മിതമൊഴി പകരും പ്രണയസുഖം നാദസ്വര കല്ലോലങ്ങൾ പാദസരമണിയും നേരം കേളി മലർവനി ഭീലി വിടത്തുകയാ തങ്കക്കടമിടി നൽകും കമലദളം മന്ദസ്മിതമൊഴി പകരും പ്രണയസുഖം സന്ധ്യാരാഗം നിന്നെ നോക്കി സംഗീത പൂത്താലം നീട്ടി മുത്തും പൊന്നും പെയ്തേ പോകുമ്പോ സന്ധ്യാരാഗം നിന്നെ നോക്കി സംഗീത പൂത്താലം നീട്ടി മുത്തും പൊന്നും പെയ്തേ പോകുമ്പോ മൃഗമേനി പൂവിന്റെ കുളിരാടും താരുണ്യം തരളിതമായി അഞ്ജനമിഴികളിൽ അമ്പിളി വിടരും സുന്ദര സുരഭില മംഗള നിമിഷമിതാ തങ്കക്കടമിഴി നൽകും കമലദളം മന്ദസ്മിതമൊഴി പകരും പ്രണയസുഖം
മന്ദാരങ്ങൾ നിന്നെ പോലെ മംഗല്യപ്പൂമാറിൽ ചാത്തി മുത്തം നൽകാൻ മുന്നിൽ നിൽക്കുമ്പോൾ മന്ദാരങ്ങൾ നിന്നെ പോലെ മംഗല്യപ്പൂമാറിൽ ചാത്തി മുത്തം നൽകാൻ മുന്നിൽ നിൽക്കുമ്പോൾ ചന്ദന വിശരികൾ അടിമുടി വീശും സുന്ദര സുരഭില സഞ്ചന നിമിഷമിതാ തങ്കക്കടമിടി നൽകും കമലദളം മന്ദസ്മിതമൊഴി പകരും പ്രണയസുഖം നാദസ്വര കല്ലോളങ്ങൾ മലർവനി പേരി വിടത്തുകയാ Students, വരൂ. Come on. Good morning. I am the Special Forest Range Officer. Tiger? അതാണ് എന്റെ പേര്. I am Devan, Professor of Rajiv Gandhi Memorial College. Nice to meet you. Nice to meet you. എന്തിനാ ടെന്റുകളൊക്കെ ഇവിടെ കിട്ടുന്നത്? ഞങ്ങൾ ബൊട്ടാണിക്കൽ സ്റ്റഡി ടൂറിനായി വന്നിട്ടുള്ളവരാണ്. ഇത് അതിനുള്ള പെർമിഷൻ. അതിരിക്കട്ടെ, നിങ്ങളുടെ ക്യാമ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 10 boys, 10 girls, myself, assistant professor, 1 cook, 1 assistant. I see. ഈ സ്ഥലം സ്റ്റഡി ടൂറിന് തിരഞ്ഞെടുക്കാൻ കാരണം? ഈ സ്ഥലം റിസർച്ചിന് അനുയോജ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാ. ഓക്കെ, ബട്ട് വൺ തിങ്, മിസ്റ്റർ ദേവൻ, ഇവിടെ നിങ്ങൾ റിസർച്ച് ചെയ്യണമെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ. ഇവിടെ ഒരു ചെടിക്കോ ജീവിക്കോ യാതൊരു കേടുപാടും ഉണ്ടാകരുത്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഷൂട്ട്. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. എന്തിനാ സർ എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? നമ്മുടെ റേഞ്ചില് ബോട്ടാണിക്കൽ സ്റ്റുഡൻസ് റിസർച്ചിന് വേണ്ടി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. സർ. പ്രൊഫസറും അസിസ്റ്റന്റ് പ്രൊഫസറും ചേർന്ന് 24 പേരുണ്ട് ആ ക്യാമ്പിൽ. ഓക്കെ സർ. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നിങ്ങൾ കൊടുക്കണം. പ്രൊട്ടക്റ്റഡ് ഏരിയ വിട്ട് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് വറി സർ. താങ്ക് യു. സ്റ്റുഡൻസ്, നമ്മളെല്ലാം വളരെ ദൂരത്തു നിന്ന് വന്നല്ലേ, ഇന്ന് റെസ്റ്റ് എടുത്തോളൂ. ടുമോറോ റിസർച്ച്, ടുഡേ എൻജോയ്. മതവളകിയതല്ല, മനസ്സിളകിയതാ. എന്താടോ നിധി വല്ലതും കിട്ടിയോ? നിങ്ങളെ നിധിയൊന്നും കിട്ടിയില്ല.
പ്രൊഫസർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? എല്ലാവരും പോയി എൻജോയ് ചെയ്തോളാൻ. വാ, നമുക്കും പോയി എൻജോയ് ചെയ്യാം. വാ. ഞാൻ എങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയി എൻജോയ് ചെയ്തോ. എനിക്ക് വേറെ പണിയുണ്ട്. എൻജോയ് പോയി എൻജോയ് ചെയ്യാൻ കണ്ടൊരു മോണ്ട. എൻജോയ് ചെയ്യാനുള്ള യോഗം ഈ ജന്മം എനിക്ക് ഉണ്ടാവില്ലെന്നാ തോന്നണേ. നീലരാവിലിന്ന് നമ്മൾ പാടിയാടണം റോമിയോ ജൂലിയറ്റ്. ചില്ലുകാസിനുള്ളിൽ വീണ തുമ്പിയാകണം മേനികൾ പൂക്കണം. സിരാപ്പഴങ്ങൾ തോറും ഇന്ന് ഹർഷമായി നിലാവ് പൂത്തും പിന്നിടുന്ന പോലാകണം. ശൃംഗാരദാഹമോടെ ഇന്ന് പാടണം. നീലരാവിലിന്ന് നമ്മൾ പാടിയാടണം റോമിയോ ജൂലിയറ്റ്. ചില്ലുകാസിനുള്ളിൽ വീണ തുമ്പിയാകണം മേനികൾ പൂക്കണം. ഗ്ലാസിനുള്ളിൽ വീണ തുമ്പിയാകണം മേനികൾ പൂക്കണം. സിരാപടങ്ങൾ തോറും ഇന്നാശമായി നിലാവ് പൂത്തും പിന്നിടുന്ന പോലാകണം ശൃംഗാരദാഹമോടെ ഇന്ന് പാടണം. നീലരാവിലൊന്ന് നമ്മൾ പാടിയാടണം റോമിയോ ജൂലിയറ്റ്. ചില്ലുകാസിനുള്ളിൽ വീണ തുമ്പിയാകണം മേനികൾ
ബ്യൂട്ടിഫുൾ പ്ലേസ്, സുന്ദരമായ സ്ഥലം. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും റിസർച്ച് ചെയ്യാം. എല്ലാവിധ സസ്യങ്ങളും ഔഷധ ഗുണങ്ങളുമുള്ള വേരുകളും ഈ കാട്ടിൽ ലഭിക്കും. റിസർച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ കിട്ടി. നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം. ഓക്കെ സർ. ഓക്കെ സർ. പിന്നെ ഈ സ്റ്റഡി ടൂർ കൊണ്ട് നമ്മുടെ കോളേജിന് മാത്രമല്ല, ഈ റിസർച്ചിലൂടെ ബോട്ടണി സ്റ്റുഡൻസ് ആയ നിങ്ങൾ പേരും പ്രശസ്തിയും നേടിയെടുക്കണം എന്നതാണ് എന്റെ മുഖ്യ ലക്ഷ്യം. അതിന് ഓരോരുത്തരും ലക്ഷ്യബോധത്തോടും കർമ്മധീരതയോടും കൂടി ഉണർന്ന് പ്രവർത്തിക്കണം. ഈ കാട്ടിൽ ക്രൂര മൃഗങ്ങളുള്ളതാണ്. സോ ബി കെയർഫുൾ. നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ? നമ്മുടെ റിസർച്ചിലെ ഈ ഭാഗത്ത് തന്നെയാണോ സർ? ഇന്നിവിടെ, നാളെ ആ ഭാഗത്ത്. കൊരങ്ങൻ അത് നിന്റെ കസിനല്ലേ? നിന്റെ കസിൻ ഗോറില്ലല്ലേ? കമോൺ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞു തന്നില്ലേ നിറയെ ഔഷധ ചെടികളുള്ള സ്ഥലമാണെന്ന്. ദാറ്റ് ഇസ് ദ സ്പോട്ട്. കമോൺ. ലുക്ക്, ഇതൊരു തരം ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഈ ഇലയും ഞാൻ അവിടെ കാണിച്ച ഇലയും ചേർത്ത് ആവിയിൽ വേവിച്ച് അരച്ച് പിഴിഞ്ഞ് എടുത്ത ആ നീര് ത്വക്ക് രോഗങ്ങൾക്കും ആസ്മയ്ക്കും പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നു. ഇതിന്റെ പേരാണ് കറുകാണ ഇല. ഓക്കെ, കമോൺ, ഐ വിൽ ഷോ യു സം മോർ. ഞാൻ ഭയന്നുപോയി. എന്തിന്? മറ്റാരെങ്കിലും ആണെന്ന് ഞാൻ കരുതി. ഞാനും ഭയന്നു. എന്തിന്? നമ്മളെ പോലെ പ്രണയജ്വരം പിടിച്ച് വേറെ ആരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതി. നമുക്ക് വന്ന മാതിരി പ്രണയജ്വരം വന്നവരായിട്ട് നമ്മുടെ ട്രൂപ്പിൽ ആരും കാണില്ല. അങ്ങനെ പറയല്ലേ, നമ്മളെക്കാളും കൂടിയ ലവേഴ്സ് ഒക്കെ ഈ ഗ്രൂപ്പിലുണ്ട് രേഖ. You naughty കള്ളൻ. മണി 7 ആയില്ല. ഇതുവരെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിരുന്നില്ലേ? കുറെ നേരമല്ല കുഴക്കാൻ തുടങ്ങിയിട്ട്. അവന്മാരിപ്പോട് കെട്ടിയെടുക്കും, അവസ്മാരം പിടിച്ച പോലെ. ചപ്പാത്തി കൊണ്ട, പൂരം കൊണ്ട, കുറുവ കൊണ്ട. ഞാൻ എന്തോന്നെടുത്ത് കൊടുക്കും? എന്നാലേ കുണ്ടെടുത്ത് കൊടുക്ക. നീ അത് പറഞ്ഞില്ലെങ്കിൽ അല്പമുള്ളൂ. സമയത്തിനും കാണുന്ന പിള്ളേർക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ വായിൽ കേൾക്കുന്ന ഞാനാ, അല്ലാണ്ട് നീയല്ല. അവരെന്താ എത്ര പറയാനിരിക്കുന്നേ? ആവും പാവും കൊടുക്കുമ്പോ കൊടുക്കും. നിനക്കത് പറയാൻ പറ്റും, ആകുമ്പോ ആകും, കൊടുക്കുമ്പോ കൊടുക്കും എന്നൊക്കെ. പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ ചീഫ് കുക്കാ. യു അണ്ടർസ്റ്റാൻഡ്? അവന്മാരുടെ തല്ലും. എങ്കിൽ അങ്ങനെ തന്നെ തല്ലുന്നത് കാണണമല്ലോ. എന്തോന്ന് അവന്മാരുടെ തല്ലുന്നതോ? അങ്ങനെ പിള്ളേര് വല്ലതും ചെയ്താ ചട്ടകം പഴിപ്പിച്ച് പപ്പടം പൊള്ളിക്കുന്ന പോലെ പൊള്ളിക്കും. അയ്യോ, അത് മാത്രം വേണ്ട, നീ പെട്ടെന്ന് ചപ്പാത്തിയുടെ. ആ ജോണി, യെസ് ബോസ്. ഇന്ന് രാത്രി കൃത്യം 11 മണിക്ക് ട്രക്ക് വരും. മിനിയാന്ന് നമ്മൾ കൊണ്ടുവന്ന ആനക്കൊമ്പുകളും ചന്ദനത്തടികളും അതിൽ ലോഡ് ചെയ്യണം. ഓക്കെ ബോസ്. ലോഡിന് മുകളിൽ അരിച്ചാക്കുകൾ അടുക്കണം. ഫോറസ്റ്റുകാർക്ക് യാതൊരു സംശയവും തോന്നരുത്. അവർ വേട്ടനായ്ക്കളെ പോലെ നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ സർ. മനസ്സിലായി സർ. വരൂ വരൂ വരൂ. യെസ്. നീഗ്ര ജോളിയും ബാബുരാജ് പാർട്ടിയും കാട്ടിൽ കൊള്ളയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി മെസ്സേജ് വന്നിരിക്കുന്നു സർ. നീഗ്രോ ജോണി, ബാബുരാജ്.
എന്താണ് കുറെ നേരമായല്ലോ നീ ബെരികിനെ പോലെ നടക്കാൻ തുടങ്ങിയിട്ട്? വല്ല പെമ്പിളരെയും നോട്ടം വിട്ടിട്ടുണ്ടോ? ചേക്കേറാൻ നീ കാര്യം എന്താന്ന് പറ, ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. ഒന്നുമില്ലടാ, കൈ കിട്ടിയതേ വഴി പോയി. ആര്? അഹല്യ. ഛേ, നീ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവളെ പോക്കും. സ്റ്റുഡൻസ്, ഇതാണ് നാഗമല്ലിക്കിഴങ്ങ്. പാമ്പുകടി ഏറ്റാൽ ഉപയോഗിക്കുന്ന സിദ്ധൌഷധം. പാമ്പുകടി ഏൽക്കുന്ന കീരി കൂടി പാമ്പിൻ വിഷം ശരീരത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഒരു മൂലികയാണിത്. ഇതുവരെയും നിങ്ങൾ സാധാരണ സസ്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി മാംസഭുക്കുകളായ സസ്യങ്ങളെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വരൂ, കമാ. സാർ, നമ്മുടെ കസ്റ്റഡിയിലുള്ള കൊള്ളക്കാരെ കോർട്ടിൽ ഹാജരാക്കേണ്ട ദിവസം നാളെയാണ്. FIR എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? അതെല്ലാം റെഡിയാണ് സാർ. സാറിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി വേണമായിരുന്നു. ഓക്കെ, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് തരാം. ബട്ട് യു മസ്റ്റ് ബി വെരി കെയർഫുൾ. അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു സർ. ഓക്കെ, ഓക്കെ സാർ. ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ സാർ. താങ്ക് യു. ധർമ്മ, നമ്മൾ ഇവിടെ മറിഞ്ഞിരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ കോളേജ് മുഴുവൻ നമ്മുടെ ഈ കാര്യം പാട്ടാകും. പിന്നെ തലപൊക്കി നടക്കാൻ പറ്റില്ല ഇവിടെ. ആരുടെ എല്ലാം കണ്ണുവെട്ടിച്ചോണോന്ന് അറിയാമോ ഒന്ന് പ്രേമിക്കാൻ? ആ ഈച്ച വാസ്കന്റെ കാര്യം മഹാശല്യം. ഞാൻ എവിടെ പോയാലും എന്റെ പിറകെ ഉണ്ടാകും. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. അഞ്ജലി, ഇവിടെ നീ ഒന്നും പേടിക്കണ്ട. ഇവിടെ നമ്മൾ ആരും കാണില്ല. എത്ര നാളായിരുന്നോ നിന്റെ അടുത്തിരുന്നൊന്ന് സ്വതന്ത്രമായി സംസാരിക്കണം വിചാരിച്ചിട്ട്. അതിന് ഇന്നാണ് ചാൻസ് കിട്ടിയത്. എന്നാലും എനിക്ക് ഭയമാണ് ധർമ്മ. ഭയമോ? എന്തിന്? ആരെ ഭയപ്പെടണം?
ധർമ്മ, ഇതിനാണല്ലേ ഞാൻ വരുന്നു പറഞ്ഞിട്ട് കൂടെ നേരത്തെ ചാടി പുറപ്പെട്ടത്. എടാ ഉടുമ്പേ, നിന്റെ വേല എന്നോട് തന്നെ വേണോ? കുറച്ച് നാളായിട്ട് നിന്നെ ഞാൻ വാച്ച് ചെയ്യാണ്. ഇങ്ങനെ വാടാ മോനെ. ഏയ് നിക്ക് നിക്ക്, ആ സൗന്ദര്യം ഞാനൊന്ന് ആസ്വദിച്ചോട്ടെ. എന്താ നിന്റെ പേര്? കാത്തു. എന്റെ കരളിന്റെ ലിവറേ. ഇടിക്കാൻ നിങ്ങളുടെ കുറെ നേരമായല്ല, ഇടിച്ചിടിച്ച് ഒരാൾ പിളർക്കും. ഇത്രയും ആരോഗ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? തരുന്ന ശമ്പളം വേസ്റ്റ്. ഇത്രയേ എന്നെ കൊണ്ട് പറ്റൂ. ഇതിനുള്ള ശമ്പളം മാത്രം സർക്കാർ എനിക്ക് തന്നാ മതി. ജോലി ചെയ്താലും ഇല്ലെങ്കിലും സർക്കാർ നമുക്ക് ശമ്പളം തരും. അതുകൊണ്ടാണല്ലോ നീ ഞാനൊക്കെ ജീവിച്ചു പോണത്. അല്ലെങ്കിൽ പണ്ടേ തെണ്ടിയനെ. ഈശ്വരാ രക്ഷ, നീ തന്നെ കാക്കണം. ആ കാത്തോളും കാത്തോളും. അങ്ങേക്ക് വേറെ വേലയില്ല. നിങ്ങളെ മാത്രം കാത്തോണ്ടിരുന്നാ മതിയല്ലോ. വയറ് താനെ നിറയും. രക്ഷിച്ചാ മാത്രം വയറ് നിറയില്ല, അതിനും കുറച്ച് പ്രയത്നിക്കണം. ഉം. അങ്ങനെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒന്നേ ഉള്ളൂ. അതെന്താ? തന്നെ.
രക്ഷപ്പെട്ടു. Damn it. Come on. Okay, come on. ഹലോ, ടൈഗർ സ്പീക്കിംഗ്. എന്താ രക്ഷപ്പെട്ടെന്നോ? ഡാമേജ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ സൂക്ഷിക്കണമെന്ന്. ഓക്കെ യെസ് സർ. arrange for search. ഓക്കെ സർ. How are you, Mr. Devan? ഫൈൻ ഫൈൻ, താങ്ക് യു. റിസർച്ച് എല്ലാം എങ്ങനെ നടക്കുന്നു? ഇറ്റ്സ് ഓൺ പ്രോഗ്രസ്. ആ കുട്ടികൾക്കൊക്കെ നല്ല നോളജ് കിട്ടിയിട്ടുണ്ട്. ബൈ ദ ബൈ, പിന്നൊരു പ്രധാന കാര്യം. അന്ന് ഞാൻ പിടിച്ച കൊള്ളക്കാർ പോലീസിന്റെ കയ്യിൽ നിന്നും കോർട്ടിലേക്ക് പോകുന്ന വഴി രക്ഷപ്പെട്ടു. വീണ്ടും ഇതേ വനത്തിൽ തന്നെ ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ സ്റ്റുഡൻസും വളരെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് ദേ ആർ വെരി ഡേഞ്ചറസ്. എനിവേ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. നോ, ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ബൈ. ആരും കണ്ടില്ല. അയ്യോ, എന്ത് താറാവുമുട്ടേ, എത്ര ദിവസമായി. പിന്നെ ചുമ്മാതല്ല നീ ഇങ്ങനെ തിരുമ്പതി വീർത്ത് വീർത്ത് വരുന്നത്. ഇങ്ങനെ കത്തിന്നിട്ട് തന്നെ ഇപ്പോഴല്ലേ സംഗതി പെട്ടി കിട്ടിയത്. ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും. നിന്നെ പിള്ളേര് കൈകാര്യം ചെയ്തു. തിന്നതിന് സാക്ഷിയുണ്ടോ? സാക്ഷി ഛർദിക്കുമ്പോ വരും. അങ്ങനെയാണെങ്കിൽ കളിക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ഞാൻ ഛർദിക്കാൻ പോണില്ല. പല കൊലവമ്മന്മാര് വിചാരിച്ചിട്ടും ഈ മറിയെ ഛർദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നല്ലേ താൻ ഒരു വലിയ മഹാൻ. അങ്ങനെ അങ്ങ് പറയാതെ. വലിയോട് കഴിയാത്തത് ചിലപ്പോ ചെറിയൊരു കഴിഞ്ഞിരിക്കും. അത് ഓർമ്മ വേണം. നിന്നെ ഏൽപ്പിക്കാൻ മുതലാവില്ല. പിള്ളേര് എന്റെ തൊരി വീഴും. ഞാൻ അങ്ങോട്ട് നോക്കി. ഞാനൊരു കാണിച്ചു തരാം. കാലത്തെ മഞ്ഞു കൊണ്ട് കല്ലിന്റെ കമ്മൽ തീർക്കാൻ പൂവാട ചാർത്തി രജനി പൂരാട പൗർണമി വന്നു മധുരാനുഭൂതികൾ തൻ മഞ്ജീരനാദമോടെ കാലത്തെ മഞ്ഞു കൊണ്ട് കല്ലിന്റെ കമ്മൽ തീർക്കാൻ പൂവാട ചാർത്തി രജനി പൂരാട പൗർണമി വന്നു മധുരാനുഭൂതികൾ തൻ മഞ്ജീരനാദമോടെ കാലത്തെ മഞ്ഞു കൊണ്ട് കല്ലിന്റെ കമ്മൽ തീർക്കാൻ.
സ്വപ്നമേ ആടിവാ നീ ചാരേ കാലത്തെ മഞ്ഞുകൊണ്ട് കല്ലിന്റെ കമ്മൽ തീർക്കാൻ ചിറകിന്റെ ചൂടിൽ നീയൻ ചിരകാലമോഹമായി കാലത്തെ മഞ്ഞുകൊണ്ട് കല്ലിന്റെ കമ്മൽ തീർക്കാൻ പൂവാട ചാർത്തിരജനീ പൂരാട പൗർണമി വന്നു മധുരാനുഭൂതികൾ തൻ മഞ്ജീരനാദമോടെ കാലത്തെ മഞ്ഞുകൊണ്ട് കല്ലിന്റെ കമ്മൽ തീർക്കാൻ പൂവാട ചാർത്തിരജനീ പൂരാട പൗർണമി വന്നു. അരുൺ, ഞാനൊരു കാര്യം പറയട്ടെ. പറ. നമ്മൾ രണ്ടാളും ലവേഴ്സ് ആയിരിക്കുന്നതിൽ ക്യാമ്പിലുള്ള പലർക്കും വളരെ അസൂയുണ്ട്. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് രേഖ. മുരളി അവന്റെ ഫ്രണ്ട്സും നമ്മളെ പ്രേമം താർക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പ്ലാൻ ഈ ജന്മത്തിൽ സക്സസ് ആവാൻ പോണില്ല. അരുൺ, ഇപ്പൊ തന്നെ നമ്മൾ വളരെ ലേറ്റാ. വേഗം ടെന്റിലെത്തണം. ഇല്ലെങ്കിൽ പ്രൊഫസർ ചോദിക്കും നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വന്നാണോ അതോ പ്രേമിക്കാൻ വന്നാണോ എന്ന്. ശരിയാ, വേഗം പോവാ. കാത്തു കാത്തു മൈ ഡാർലിംഗ്, ഓ മൈ ബ്യൂട്ടി, ഓ മൈ ഡാർലിംഗ്, വെരി നൈസ്. അരുൺ മാത്രമേ ഇവിടെ ആളായിട്ടുള്ളൂ. ഇവിടെ ഞങ്ങളും ഒക്കെ ആണുങ്ങളായിട്ടുണ്ട്. ബോട്ടണി റിസർച്ചിനായിട്ട് വന്നോ അല്ല പ്രേമത്തിന്റെ റിസർച്ചിനായിട്ട് വന്നോ? നിന്നെ ഞാൻ ഒരിക്കൽ എടുത്തോളാം. മുരളി ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. കുറെ നാളായി ഞാൻ ക്ഷമിക്കുന്നു. ഇനി ഞാൻ ചുമ്മാതിരിക്കില്ല. പ്രിൻസിപ്പലിനോട് തീർച്ചയായും കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പോന്ന. അവനെ ഞാൻ നോക്കിക്കോളാം. കിട്ടോ? എന്താ മാഡം, കിട്ടൂല്ല ഇവിടെ? അയാൾ എവിടെ പോയി കിടക്കുവാണെന്ന് ആർക്കറിയാം? പ്രൊഫസർക്ക് എന്തോ വായിക്കാനാണെന്ന് പറഞ്ഞ് രാവിലെ പോയതാ, ഇതുവരെയും വന്നില്ല. കിട്ടു വന്നാൽ എന്നെ വന്ന് കാണാൻ പറ. നാളെ റിസർച്ചിന് പോകാനായി എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനാ. ഞാൻ വന്ന് എല്ലാം എടുത്തു വെക്കാം മാഡം. ശരി, വാ. കാത്തു, നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. കിഡ്നാപ്പോ? കിഡ്നാപ്പല്ല മണ്ടിപ്പെണ്ണെ, കിഡ്നാപ്പ്, അപഹരണം. അപഹരണമോ? എവിടേക്ക്? പട്ടണത്തിലേക്ക്. പട്ടണത്തിലോ? പട്ടണത്തിലേക്ക് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും പോകുന്നില്ല. ഒരു പുലിത്തോൽ കൊടുത്ത് നിന്റെ കൂടെ അങ്ങോട്ട് കഴിയാം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു പിടി, ഉടുപ്പ് പിടിയാ. എന്റെ എല്ലാം പൊളിഞ്ഞു പോകുന്നേ. അയ്യോ,
അവര് പ്രേമിച്ചോടാ, അതിന് നീ എന്തെങ്കിലും അറിയിടാകണം. അവന് അവളെ കിട്ടാത്തതിന്റെ കെറുവ. നിന്നിലില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത അവനിൽ കാണും. അതാ അവൾ അവനെ പിടിച്ചത്. നീ കളഞ്ഞിട്ട് വേറെ വല്ലവരും നോക്കണേ. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ ഈ മുരളി തയ്യാറല്ല. നീ നോക്കിക്കോ, ഇവിടുന്ന് പോകുന്നതിനകം ഞാൻ അവളെ പൊക്കിയിരിക്കും. അവനിട്ട് 2 കൊടുക്കുകയും ചെയ്യും. ഈ മുരളി ആരെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു കേട്ടോ. ദേ നളം വരുന്നു. എന്താ നളം മാത്രം ഒറ്റയ്ക്ക് ദമയന്തി ഇല്ലേ കൂടെ? ഇനി ഇത് ആവർത്തിച്ചാൽ ഇവക്കിപ്പോ നല്ലോണം മുടിയുണ്ടല്ലേ? നോക്ക്, മരത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ പാറമേ കയറി ഇരിക്കല്ലേ? ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ. ഞം ഞം കഴിക്കണ്ടേന്നാ ചോദിച്ചേ. ഇതെന്താ പരിപാടി? കാണാൻ പാടില്ലേ? സംഗതി കണ്ടു. ഇതിന്റെ പേരെന്താ? അത് ഞങ്ങൾക്ക് രാവിലെ ഇടിയപ്പം കഴിക്കാൻ തന്നില്ലേ, അതിന് നൂല് വലിച്ചെടുക്കുക. നോക്കട്ടെ, നോക്കട്ടെ, നോക്കട്ടെ. ആയ്, കൊള്ളാം. അയ്യോ, ദേ. എന്താ ഭയന്ന് ഓടുന്നത്? ഓടിയതല്ല, ഓടിച്ചതാണ്. ആര്? ആ പെൺപിള്ളേര്. പണ്ട് ഞാൻ ഉഗാണ്ടയിലായിരുന്നപ്പോ അവിടത്തെ സായിപ്പിന് ഞാൻ കാണിച്ചു കൊടുത്ത വിദ്യ ഈ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു. കഷ്ടകാലത്തിന് നൂല് പൊട്ടിപ്പോയി. ഇവരുടെ മുട്ട തട്ടി പൊട്ടിച്ചത് കണ്ടില്ലേ? ഇതാണോ കാര്യം? ഞാൻ കരുതി വല്ല ആനയും വരട്ടിയത്. എന്താ എന്താ ഉണ്ടായത്? ആരും എന്റെ കാല് പിടിച്ച് വലിച്ചു. എന്താ എന്ത് പറ്റി നിർമ്മല? എന്തിനാ നിലവിളിച്ചേ? ആരും എന്റെ കാല് പിടിച്ച് വലിച്ചു. ഞാൻ ഒച്ച ഉണ്ടാക്കിയപ്പോ ഓടിപ്പോയി. ആരെന്ന് മനസ്സിലായോ? ഇല്ല, ഇരുട്ടായതുകൊണ്ട് ആളിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ കിടന്നുറങ്ങ്. വെളുപ്പിനെ നമുക്ക് അന്വേഷിക്കാം. അവനെ എന്റെ കൈ അടിച്ചു ഷേപ്പ് പറ്റില്ല. നീ ധൈര്യമായിട്ട് ഞങ്ങൾ നോക്കണം. മേഡം പോകാം. പിന്നെ ഈ പ്രൊഫസർക്ക് വശത്തിന് പിള്ളേർക്കും ഒരു വഴിയില്ല. അയ്യോ എന്റെ കൈകൊള്ളി. അയ്യോ പോലോടത്തൊക്കെ ഈ ചട്ടി ചോദന നടക്കണം. പപ്പടം ഇല്ലാതെ ഒരു ചോറ് വാങ്ങൂല. ദൈവമേ, ഞാൻ ഈ പണി നിർത്തി ഇനി ഒന്നും ചെയ്യാൻ നിർത്തി. അയ്യോ അവിടെ ചെന്നിട്ടാണെങ്കിൽ റിസൈക്കിൾ ചെയ്ത് കൊടുക്കാൻ പോണിയെ. എന്നെ വളിയേ ഇത് അവിടെ പോയി കിടക്കാനായിട്ട്. ഓ എന്റെ പൊന്നോ എന്റെ കൈകൊള്ളി. എടി വളിയേ. ആ മാഡം, അവിടെയുള്ള സ്റ്റുഡൻസിനോട് നാളെ ഇവിടെ വന്ന് റിസർച്ച് ചെയ്യാൻ പറ. ഓക്കെ സർ. ഇന്ന് ഇവിടെ റിസർച്ച് ചെയ്തിട്ട് അടുത്തത് എവിടെയാണെന്ന് പിന്നെ തീരുമാനിക്കാം. കമോൺ സ്റ്റുഡൻസ്, കം. നാളത്തെ പ്രോഗ്രാം എന്താണ് സർ? നാളത്തെ പ്രോഗ്രാമിന് മുമ്പ് ഇതുവരെ ചെയ്ത റിസർച്ചിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറയൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ സർ. हमारेगा
പ്രാവശ്യം അവളെ തൊട്ടാൽ നിന്നെ കുഴിച്ചു വിടും പറഞ്ഞേക്കാം. വിടാ. മുരളി, രേഖയോട് നീ ഇതുപോലെ പെരുമാറിയത് വളരെ വളരെ തെറ്റ്. ഇതിനാണോ റിസർച്ച് എന്ന് പറഞ്ഞ് അകലെ നിന്നും ഇവിടെ വന്നത്? ഇതാണോ നീ ചെയ്യുന്ന റിസർച്ച്? ഇനി നീ ഇത് റിപ്പീറ്റ് ചെയ്താൽ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് എന്നൊന്നും ഞാൻ നോക്കില്ല. നിനക്ക് പണിഷ്മെന്റ് തരേണ്ടി വരും. മൈൻഡ് ഇറ്റ്. യു കൻ ഗോ നൗ. You stupid! നോക്കി വരാൻ പാടില്ലേ? സോറി മാഡം, ഞാൻ കണ്ടില്ലായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. മാഡം ഒറ്റയ്ക്ക് വഴി? പറഞ്ഞിട്ട് എന്ത് വേണം? ഇല്ല, ഒന്നുമില്ല. മാഡത്തിന് എന്തെങ്കിലും? Mind your words. ഞാൻ ഈ കാര്യം പ്രൊഫസറോട് പറയും. Stupid. സമയം വൈകി. പോകാം. കൈ പിടിക്ക്. സൂക്ഷിച്ച്. നമ്മൾ ഈ സ്ഥലത്ത് വന്നത് വളരെ നന്നായി. നമ്മുടെ സസ്യശാസ്ത്ര സംബന്ധമായ എല്ലാ ഇലകളും വേരുകളും ഇവിടെ ലഭിച്ചു. അതെ സാർ, വെറും ബുക്കിൽ വായിച്ച് പഠിച്ചത് ഇവിടെ നേരിൽ കാണാൻ സാധിച്ചു. അതെ, ഇതൊന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതിയാവില്ല. പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്താലേ മനസ്സിലാവൂ. ഷുവർ, സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതുകൊണ്ടാണ് സ്റ്റുഡൻസിന് നോളജ് കൂടുതൽ ഇംപ്രൂവ് ആകുന്നത്. അതവർക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും സാർ. ഈ പ്രാവശ്യത്തെ ക്യാമ്പ് സെലക്ഷൻ എനിക്ക് വളരെ തൃപ്തികരമാണ്. എനിവേ, ഇറ്റ്സ് ഓൾ ഫോർ ഗുഡ്. എന്റെ റിസർച്ച് അതന്നെ. അറിയാം. നിന്റെ റിസോഴ്സിനെ പറ്റിയൊക്കെ എനിക്ക് നന്നായി അറിയാം. വാ, നടക്ക്. ചീറ്റിപ്പോയി. ഇതാണോ നിന്റെ റിസർച്ച്? നടക്കടാ.
വന്നത്. പിന്നെ ഞാൻ എന്തിനാ? അയ്യേ അഞ്ജലിയ അവളുടെ പോകാൻ പറ. അയ്യോ ഞാൻ അവളുടെ പിറകെ നടത്തുന്നോ? നിന്നോട് ആരാ പറഞ്ഞത്? അവളല്ലേ എന്റെ പിറകെ നടന്നത്. ഞാൻ ആരുടെ പിറകെ നടന്നാലും അഹല്യെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. ഇവിടെ തുടങ്ങി നിന്റെ വേല. ഇവനെ മാത്രം നീ വിശ്വസിക്കരുത്. ഇവനെ വിശ്വസിച്ചാൽ നീ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവൻ ഇതുപോലെ പല പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ട്. ഇവൻ നിന്നെയും ചതിക്കും. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ. ഛേ, നീ കരയാതെ. അവൻ പോയാലെന്താ? നിനക്ക് ഞാനില്ലേ? ഇപ്പൊ മറിയത്തിന് കണ്ട ഒരു പ്രൊഫസറാണെന്നേ തോന്നുന്നു. ഇത്ര നീറ്റായിട്ട് ഡ്രസ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു? അതേ കാട്ടിൽ എവിടെയുമില്ല മാഡം. സ്റ്റുഡൻസ് എല്ലാം കംപ്ലൈന്റ് ചെയ്യുന്നു. ദിവസവും ചപ്പാത്തിയും പൊറോട്ടയും അല്ലാതെ വേറൊന്നുമില്ലെന്ന്. വേറെ ഏതെങ്കിലും ഒരു ഐറ്റം മാറ്റി കൊടുക്കാൻ പാടില്ലേ? ഞാൻ എന്ത് ചെയ്യും മാഡം? ചീഫ് കുക്ക് പറയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. നീ കിട്ടുവിനോട് ഇന്നു മുതൽ ഏതെങ്കിലും ഒരു ഐറ്റം മാറ്റി കൊടുക്കാൻ പറ. ശരി മാഡം. ശരി. വേണം. ഇത് എവിടെ പോയി കിടക്കുന്നു? നിനക്ക് ഒരുങ്ങാനുള്ള നേരം ഇത് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ? രമ്യ മാഡം നിങ്ങളോട് പറയാൻ പറഞ്ഞു, ഡെയിലി ചപ്പാത്തിയും പൊറോട്ടയും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. കുട്ടികളെല്ലാം കംപ്ലൈന്റ് ചെയ്തു. ചപ്പാത്തിയും പൊറോട്ട അല്ലാതെ പിന്നെ പുല്ലും വൈക്കോലും കൊടുക്കാൻ പറ്റും? അത് ഈ കട്ടി കിട്ടാനും പോല. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പൊറോട്ടയും ചപ്പാത്തിയും വേണമെങ്കിൽ കഴിച്ചാൽ മതി. എന്നോട് അധികം കളിക്കണ്ടെന്ന് പറയണം. എന്നോട് കളിച്ചാ എല്ലാത്തിനും ഞാൻ വിമ്മ കളിക്കി കൊടുക്കും. പിന്നെ 24 മണിക്കൂർ റിസർച്ച് ഓപ്പണേറിലായിരിക്കും. മനസ്സിലായ? പോയി പറ. പിന്നെ നിന്നോട് കൂടി ചേർത്താ നിനക്ക് ഞാൻ വിമ്മ കളിക്കി തരും. എടുത്തോണ്ട് വാ. ഇന്നിവിടെ രണ്ടിലൊന്നും നടക്കും. വിമ്മ കൊടുക്കുന്ന പോലും വിമ്മ. ചപ്പാത്തി കൊണ്ടിങ്ങ് വരണ്ട. കാണിച്ചു കൊടുക്കാൻ അത്ര കൊള്ളില്ല. മടുത്തു. അയ്യേ മടുത്തു. വേണ്ട. ഈ ചപ്പാത്തി മാത്രമേ ഉള്ളോ ഡെയിലി? അതേ ഉള്ളൂ. വേണമെങ്കിൽ തിന്നാ മതി. നമുക്ക് കഴിക്കണ്ട. ചപ്പാത്തി കൊണ്ടൊന്ന് കാണിച്ചു. ഹയ്യടകന്തൊരു ചുറുചുറുക്ക് അമ്മട നേരിട മുറുമുറുപ്പ്. തിന്നണ കാര്യത്തിൽ വിടുകയില്ല. നിന്നണതെല്ലാം പൊന്നെല്ലാം. എല്ലാ ദിനവും നമ്മളെ ഇങ്ങനെ ഗിഫ്റ്റുകളാക്കല്ലേ. തിന്നണതെല്ലാം ചപ്പാത്തി. തിന്നതിനുണ്ടേ full stop.
അങ്ങനെ മിഴി തന്നിൽ മണ്ണും പൊടിയും എരിയല്ലേ ഊഞ്ഞാലാടും ചപ്പാത്തി മുഖരൂപം മാറ്റും ചപ്പാത്തി ഊഞ്ഞാലാടും ചപ്പാത്തി മുഖരൂപം മാറ്റും ചപ്പാത്തി ഇന്നത്തെ ചപ്പാത്തി മേലാലെ ചപ്പാത്തി ോടെ തീർക്കും ഞങ്ങൾ ഇഹലോകത്തെ ഇരിക്കല് താമസമെന്തേ മാറ്റിയിടാൻ വരണോ ഞങ്ങൾ കൂടെ കൂടെ അയ്യട എന്തൊരു ചുറുചുറുക്ക് അമ്മട നേരിട മുറുമുറുപ്പ് കപ്പലിലുണ്ടേ കള്ളന്മാർ കൺമുന്നിലുണ്ടേ കുള്ളന്മാർ വാനരഞ്ഞോന വീരന്മാർ വാലാപ്പിലാകും ചോരന്മാർ ചാഞ്ചാടിയിടും ചപ്പാത്തി പലരൂപം തീർക്കും ചപ്പാത്തി ചാഞ്ചാടിയിടും ചപ്പാത്തി പലരൂപം തീർക്കും ചപ്പാത്തി ഞങ്ങൾക്ക് ആഹാരം വേണ്ടിയില്ല. തിന്നാനായി ചപ്പാത്തി ഇല്ലാതെ വേറെയില്ല. കാലത്ത് വൈകിട്ടും രാവിലുമെല്ലാം കണ്ടിൽ കരുതി കളിയാക്കൽ കണ്ടാൽ ഞങ്ങൾ വെച്ചേക്കില്ല. ഓടിക്കോളാം പിന്നെ പിന്നെ അയ്യട എന്തൊരു ചുറുചുറുക്ക് അമ്മട നേരിട മുറുമുറുപ്പ് ഇന്നണ കാര്യത്തിൽ വിടുകയില്ല നിന്നണെല്ലാം പൊന്നെല്ലാം എല്ലാ ദിനവും ഞങ്ങളെ ഇങ്ങനെ വിട്ടുകളാക്കല്ലേ ഇന്നണതെന്നും ചപ്പാത്തി ഉന്നതിനുണ്ടേ full stop. നേര് ചൊല്ലാം ഇന്നീ നേരത്തെ ഇത് മേലീലാവർത്തിക്കലേ. എന്താ ഇത് റിസർച്ചിന് വന്നാണോ കൂത്താടാൻ വന്നാണോ വന്ന ദിവസം മുതൽ നിങ്ങളെ കളി കുറെ കൂടുന്നുണ്ട് ഇത് ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക ബി കെയർഫുൾ എല്ലാരും ഫുഡ് കഴിക്കേ പോലെ കൂർത്ത പുരികം കാതിലെ തോട് നെറ്റിയിലേക്ക് കൂർന്നിറങ്ങുന്ന അളകങ്ങൾ ഈ സുന്ദരമായ മൂക്ക് ഈ തലയിലെ തൂവൽ ബ്യൂട്ടിയായിരുന്നു. മാഡം നമ്മൾ റിസർച്ചിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. ശരി സാർ. എന്തായാലും ഈ സ്ഥലം റിസർച്ചിന് വളരെ ആപ്റ്റാണ് അല്ലേ? അതെ സാർ, എനിക്കും PhD എടുക്കാൻ ഈ ക്യാമ്പ് വളരെ സഹായമായി. ഈ പ്രാവശ്യം നിങ്ങൾക്ക് PH തീർച്ചയായും കിട്ടും. താങ്ക് യു സാർ. എന്ത് പറ്റി? എന്തിനാ തല്ലിയത്? ആരാ അവരൊക്കെ? നാട്ടിൽ നിന്ന് വന്നിട്ട് കാട്ടിലെ ആദിവാസി പെണ്ണെ കണ്ടല്ലോ പ്രേമിക്കാൻ. നാട്ടിലെ പ്രേമം കാട്ടില് വില പോകില്ലെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലാവും. താനെന്നെ കൊല്ലാൻ നോക്കാനോടോ? ഞാൻ നിന്നെ കൊന്നില്ലെങ്കിലും അവന്മാർ നിന്നെ കൊന്നേനെ. ഭാഗ്യം കൊണ്ടാ നീ രക്ഷപ്പെട്ടെ. ഇതും വെച്ചോണ്ട് നീ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, മനസ്സിലായില്ലേ? വിളിയടാ
വിളിക്കടാ, വളയ്ക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഏയ് രേഖ, നീ വരുന്നില്ലേ? അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ കാത്തിരിക്കുക. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പുറകെ വരാം. നടക്ക്. അവൾക്ക് ആഗ്രഹം റിസർച്ചിലല്ല, ലവ് ചെയ്യുന്നില്ല. ഇവിടെ ത്രികോണ ലവ് ഇത്തിരി കൂടുതലാ. ആരെ പ്രേമിക്കുന്നെന്ന് അറിയാനേ കഴിയുന്നില്ല. ആ നമ്മുടെ മധു ആ കാട്ടുമണിനെ പ്രേമിക്കാൻ പോയിട്ട് ശരിക്കും അടികിട്ടി. എന്നാൽ അടി കിട്ടേണ്ടത് ആ ഭാസ്കരനും ധർമ്മനും മുരളിക്കുവാ. അതേതായാലും നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കിട്ടിക്കോളും. ഇവിടെ ഇതുവരെ ചമഞ്ഞിരുന്നില്ല അല്ലേ? എടിക്കടിക്കടിക്കടിക്കും അവിടെ ചമയ്ക്കാൻ കിടക്കുന്നു. ഇവിടെ ഒരുത്തി ചമഞ്ഞൊരുങ്ങുന്നു. നിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സുഖിക്കാനല്ല. യു അണ്ടർസ്റ്റാൻഡ്? ഐ അണ്ടർസ്റ്റുഡ്. ആ കൂട്ടാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനിങ്ങനെ ഒരുങ്ങുന്നു? ആരെ കാണിക്കാനാ? നിങ്ങളെ കാണിക്കാൻ. പെണ്ണുങ്ങളാവുമ്പോ ചിലപ്പോ അണിഞ്ഞൊരുങ്ങിന്ന് വരും, ഡ്രസ് ചെയ്തെന്ന് വരും, പൊട്ട് വെച്ചെന്ന് വരും, പൊരികെ എഴുതിയെന്നും വരും. അത് എത്രയാണ് ചെയ്ത് നോക്കാറുണ്ടാ? ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്ത്. നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇല്ലേ മാഡം, അവർക്ക് ചീരക്കറി വേണമെന്ന്. ഈ കാട്ടില് ചീരക്ക് എവിടെ പോവും? ചീരക്കറി എന്നും പറഞ്ഞേ വല്ല ചൊറിഞ്ഞോ വെച്ചു കൊടുക്കണം. അയ്യോ, ചൊറിയണോ? ചോദിച്ചാ പറയണം നമ്മൾ റിസർച്ച് നടത്തിയാണെന്ന്. അവർക്ക് നടത്താമെങ്കിൽ നമുക്ക് റിസർച്ച് നടത്തിയാൽ എന്താ? നീങ്ങ് വാ, ചൊറിഞ്ഞിരിക്കാം. നമുക്കിവിടെ 100 കൂട്ടം പണി കിട്ടിട്ട് വാ. എന്താടി, നോട്ട്സ് ഒക്കെ എഴുതി കഴിഞ്ഞോ? പിന്നെ നോട്ട്സ് എഴുതാൻ പോണു. ഞാൻ ഡാൻസിന്റെ ലീവ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ ധന്യ, രോഹിണി എവിടെ? അവൾ നിങ്ങളോട് വന്നില്ലേ? ഇല്ല സുനിൽ, അവൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അവൾ അപ്പോഴേ പോയി. രമ്യ മേഡത്തിനോട് എന്തോ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനാണെന്ന് പറഞ്ഞാ പോയത്. വേഗം പോയി. നോക്ക് സുനിൽ, ഇല്ലെങ്കിൽ നിന്റെ ലവ് വേസ്റ്റ് ആയി പോകും. നല്ല റോമിയോ ജൂലിയറ്റ്. പത്മരാഗമായി ഋതുപുഷ്പനാണമോടെ മലരമ്പുമെയിൽ മൂടും നവരത്നരാഗമോടെ ആത്മാവീ നീ ചൂടി ആലസ്യ പൂച്ചൂടി പൊന്നല്ലി പുത്തേരി സ്വർണപ്പൂ മുത്തായി പ്രേമ സ്വപ്നമേ അംശുപുഷ്പമേ നീ എന്റെ അരികിൽ വരൂ. പത്മരാഗമായി ഋതുപുഷ്പനാണമോടെ മലരമ്പുമെയിൽ മൂടും നവരത്നരാഗമോടെ. പൂവിടുമീ നീലരാവിലണയു ഈ കുളിർ പൂക്കും പുഴതന്നെ കല്ലുതുക്കു തന്നിൽ. പൂക്കൈത പൂവിടുമീ നീലരാവിലണയു ഈ കുളിർ പൂക്കും പുഴതന്നെ കല്ലുതുക്കു തന്നിൽ. അറയെന്ന പൈങ്കിളി അഴകിന്റെ പൂങ്കിളി അസുലഭ നിർവൃതി അനുഭവിച്ചിടുവാൻ മാനസത്തിൻ ചിപ്പി തന്നിൽ ഒന്നായി ചേർന്നിടാനായി പത്മരാഗമായി
ഋതുപുഷ്പനാണമോടെ മലരമ്പുമെയിൽ മൂടും നവരസരാഗമോടെ. ഈരാവിൻ ലാവണ്യം ചന്ദ്രകാന്തമാക്കി ചിരി പൂത്തിടും പൂവാകും നിന്റെ സ്വപ്നവദനം. ഈരാവിൻ ലാവണ്യം ചന്ദ്രകാന്തമാക്കി ചിരി പൂത്തിടും പൂവാകും നിന്റെ സ്വപ്നവദനം. രോമാഞ്ചപൂച്ചൂടി ചൈത്രരാഗമായി പൊന്നു പൂക്കുലത്തള് താളുപോലെ മാറിലൻ രോമശയ്യ തന്നിലായി രാവി തിന്നു സ്വർഗമാക്കാം പത്മരാഗമായി. ഋതുപുഷ്പനാണമോടെ മലരമ്പുമെയിൽ മൂടും നവരത്നരാഗമോടെ. ആത്മാവിൽ നീ ചൂടി ആലസ്യ പൂച്ചൂടി പൊന്നല്ലി പൂത്തേരി സ്വർണ്ണപ്പൂ മുത്തായി പ്രേമ സ്വപ്നമേ അംശു പുഷ്പമേ നീ എന്റെ പത്മരാഗമായി. ഋതുപുഷ്പനാണമോടെ മലരമ്പുമെയിൽ മൂടും നവരത്നരാഗമോടെ. Students, please come. All of you come. Students, നാളെ നമ്മുടെ ഈ സ്റ്റഡി ടൂർ അവസാനിക്കുകയാണ്. ചില അനിഷ്ട സംഭവങ്ങൾ നടന്നതൊഴിച്ചാൽ ഈ ക്യാമ്പ് കൊണ്ട് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പാസ്റ്റ് ഇസ് പാസ്റ്റ്. തെറ്റുകളും കുറ്റങ്ങളും മറന്ന് അന്യോന്യം ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങണം. ഭാവിയിൽ നിങ്ങളും പ്രൊഫസേഴ്സോ ലെക്ചറേഴ്സോ ആയി ഇത്തരം സ്റ്റഡി ടൂറുകൾ സംഘടിപ്പിച്ച് നിങ്ങളിലുള്ള അറിവ് പകർത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. നാളെ തന്നെ തിരിക്കണമെന്ന് പ്രൊഫസർ പറയുകയും ചെയ്തു. ഒരു 3-4 ദിവസം കൂടി കിട്ടിയിരുന്നേ ഉണ്ടല്ലോ, ഞാനൊരു വളപ്പ് വളച്ചേനെ. അയ്യടാ, കിട്ടിയൊന്നും നിനക്ക് പോരായിരിക്കും. ബാക്കി നാട്ടിൽ ചെന്നിട്ടാകാം. ഇവിടുന്ന് ജീവൻ കൊണ്ട് പോകാൻ നോക്ക്. നിന്റെ നേരം നല്ലതാടാ മോനെ. ഇല്ലെങ്കിലേ അവര് നിന്റെ ബോഡി മസാല ചേർത്ത് കൊത്തി അരിഞ്ഞ് അരച്ചു കുടിച്ചേനെ. ചുമ്മാ സൈറ്റ് അടിക്കണത് വിട്ടിട്ടേ ശരിയായിട്ട് ലവ് ചെയ്യാൻ പഠിക്കടാ. നമ്മളിവിടെ നിന്ന് മടങ്ങും. മടങ്ങിയാൽ പിന്നെ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. ഇതുപോലൊരു സന്ദർഭം ഇനി വരാനില്ല. ഇതുവരെ ഒരു ശല്യവും ഇല്ലാതെ കഴിഞ്ഞ നമുക്ക് ഇപ്പൊ വന്ന പ്രൊഫസറാണ് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് അവനൊരു പാഠം പഠിപ്പിക്കണം. അവസരപ്പെടാതെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. എനിക്ക് കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പിന്നെ വരാം. നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലും വെറുതെ കള്ളം പറയുന്നതാ. അവിടെ ലവ് നോട്ട്സ് എഴുതാൻ പോയിരിക്കുക. ഏയ്, നാളെ നമ്മൾ പോവല്ലേ, അതുകൊണ്ട് അരുണിനെ കാണാൻ പോയതായിരിക്കും. എക്സ്ക്യൂസ് മീ സർ. സർ, ഈ ഫയലിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ട്രിപ്പിന്റെ റിസർച്ച് റിപ്പോർട്ടെല്ലാം എഴുതിയിട്ടുണ്ട്.
പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സർ. പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. സർ, ഈ പോയിന്റ് ശരിയാണോ നോക്കൂ. എല്ലാം മറക്കാതെ നോട്ട് ചെയ്തിട്ടുണ്ട് സർ. ഓക്കെ. താങ്ക് യു സർ. ഓ, ഇതൊക്കെ എടുത്തു വെക്കാൻ ഒരാള് വേണ്ടി. ഇത് എവിടെ പോയി കിടക്കുകയാണ്? ഇനി വല്ല ആനയും വലിച്ചുകൊണ്ട് പോയോ? ഇതൊക്കെയാണ് ഈ എണ്ണം കൊടുക്കേണ്ടതല്ലേ? ഇത് ആരും അന്വേഷിക്കാനും ഇല്ല. ഇതൊക്കെ എന്റെ പണി തന്നെയായി. ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം തന്നെയാണ്. ആ വന്നല്ല, ഈ പായരാക്കി എവിടെയെങ്കിലും പോണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? വല്ലതും കടിച്ചെടുത്തോണ്ട് പോയി ആരന്വേഷിക്കാനാണ്? ഇതൊക്കെ ഞാൻ അന്വേഷിക്കണ്ടേ പൊന്നെ? ഞാനല്ലേ അന്വേഷിക്കാനുള്ളൂ. ഇവിടെ ആരും എന്നെ അന്വേഷിക്കണ്ട. ഞാൻ ഇവിടുന്ന് പോയാൽ ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടപ്പെടാൻ അതിന് നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആരുടെ കുറ്റോ? എന്റെ കുറ്റ. പിന്നെ എന്റെ കുറ്റോ? ഇത് നേരത്തെ പറയണ്ടേ? ഞാനും ക്രിസ്ത്യാനി, നീയും ക്രിസ്ത്യാനി. ഇനി എന്തോന്ന് തടസ്സം? വാ. ഇത്രയും നേരമായിട്ട് രേഖയെ കാണുന്നില്ലല്ലോ. ഇവളെവിടെ പോയിരിക്കുക? ഒരു പക്ഷെ അരുണിന്റെ ടെൻഡിൽ കാണോ? നോക്കാം. അരുൺ, രേഖ ഇങ്ങോട്ട് വന്നോ? ഇല്ല. പിന്നെ അവൾ എവിടെ പോയി? ഇത്ര നേരമായിട്ടും ടെൻഡിൽ വന്നിട്ടില്ല. എവിടെ ഹെൽഡപ്പ് ആയോന്ന് അറിയില്ല. ഈ ഇരുട്ടിൽ എവിടെ പോയി തേടാനാ? ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. ഒരു വേള അഞ്ജലിയുടെ ടെൻഡിൽ കാണോ? രേഖ ഇങ്ങോട്ടെങ്ങാനും വന്നോ? ഇല്ല, അവിടെ വന്നില്ലേ? അവിടെ കാണാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ? നാളെ പോകുന്ന ദിവസം ആയതുകൊണ്ട് ഹീറോയുമായി കാട്ടില് രസിച്ച് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. എന്തിനാണ് ചിരിക്കുന്നേ? നീ വാ, നമുക്ക് പോയി മാഡത്തിനോട് പറയാം. വാ. മാഡം, മാഡം, നമ്മുടെ രേഖയെ കാണുന്നില്ല. എന്ത്? എല്ലായിടത്തും നോക്കിയോ നിങ്ങള്? എല്ലായിടത്തും നോക്കി മാഡം, എവിടെയും കാണുന്നില്ല. പിന്നെ എവിടെ പോയി? അറിയില്ല. അരുൺ രേഖയെ തിരക്കി പോയിരിക്കുക. പ്രൊഫസറെ ഇൻഫോം ചെയ്തോ നിങ്ങളെ? ഇല്ല മാഡം. ശരി, വരൂ, നമുക്ക് പ്രൊഫസറോട് പറയാം. എക്സ്ക്യൂസ് മീ സർ. യെസ് സർ, രേഖയെ കാണാനില്ലെന്ന് നിർമ്മല പറയുന്നു. വാട്ട്? എപ്പോഴാണ് കാണാതായത്? വൈകുന്നേരം മുതൽ. ഞാൻ കരുതി ആരെങ്കിലുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന്. എല്ലാ ടെൻഡിലും നോക്കിയോ നിങ്ങൾ? നോക്കി സർ, ഒരു ടെൻഡിലും ഇല്ലെന്നാണ് നിർമ്മല പറയുന്നത്. ശരി, പോരൂ, നമുക്ക് പോയി അന്വേഷിക്കാം. ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ സാർ. വാ, അങ്ങോട്ട് പോയി നോക്കാം. സർ, രേഖ ഇവിടെ എല്ലാം തിരക്കി, എവിടെയും കാണുന്നില്ല സർ. ആ ഭാഗത്ത് നോക്കിയോ? നോക്കി സർ, എല്ലാ സ്ഥലത്തും നോക്കി, എങ്ങും കാണുന്നില്ല. പിന്നെ എങ്ങോട്ട് പോയവൾ?
കാട്ടുമുടങ്ങുള്ള സ്ഥലമാണിത്. രേഖയെ കണ്ടുകിട്ടാതെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ പോകും സർ? അതെ സാർ. വരൂ, ഒന്നുകൂടെ നോക്കാം. മുരളി അറിയാതെ അവൾ എവിടെയും പോകാൻ സാധ്യതയില്ല. പറയടാ, രേഖ എവിടെ? നിങ്ങളോട് ചോദിച്ചത്. എനിക്കറിയില്ല. നിനക്കറിയില്ല? രേഖ എവിടെ ഉണ്ടെന്ന് എവർ നന്നായി അറിയാം സാർ. സത്യം പറ, രേഖ എവിടെ? സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. സാർ, സത്യമായിട്ട് രേഖ എവിടെയാണെന്ന് എനിക്കറിയില്ല സാർ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ വിവരം DFOക്കും പോലീസിനും ഇൻഫോം ചെയ്യാം. വരൂ. ഇതിൽ നിർമ്മല ആരാ? ഞാനാണ് സാർ നിർമ്മല. രേഖ നിങ്ങളുടെ ടെന്റിലായിരുന്നു? ആയിരുന്നു. എപ്പോഴാണ് രേഖയെ കാണാതായത്? ഉദ്ദേശം ഒരു 7:30 മണിയായി കാണും സാർ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പോകാനുള്ള തുണികളെല്ലാം എടുത്ത് ബാഗിൽ പാക്ക് ചെയ്യായിരുന്നു. രേഖയെ കാണാനില്ലെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയതാണോ അതോ മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞതാണോ? ഇല്ല, ഡ്രസ്സുകൾ മടക്കി വെക്കാനുള്ളത് കൊണ്ട് ഞാൻ തന്നെ തിരക്കിയതാണ്. ആരുടെ ഡ്രസ്സുകൾ? രേഖയുടെ. രേഖയെ കാണാനില്ലെന്നുള്ള വിവരം ആദ്യം ആരോടാ പറഞ്ഞത്? അരുണിന്റെ അടുത്ത്. അത് കഴിഞ്ഞ് അഹല്യയോടോ അഞ്ജലിയോടോ. അവരൊക്കെ ആരാ? ദാ ഇവരാണ്. ആ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല, എനിക്ക് ആരെയും സംശയമില്ല സാർ. ഉം.
മാറിക്ക കമ്പ്യ തന്റെ പേരെന്താ? കിട്ടു. വീടെവിടെയാ? വിഴിഞ്ഞം. താനിവിടെ എന്ത് ചെയ്യുന്നു? ചീഫ് കുക്കാണ് സാർ. ചീഫ് കുക്ക്. ലുക്ക് പ്രൊഫസർ, എന്റെ അനുമതിയില്ലാതെ ആരും തന്നെ ഈ ക്യാമ്പിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ സർ. See you, Mr. Devan. താങ്ക് യു വെരി മച്ച് സർ. ശബ്ദം ഉണ്ടാക്കാനാണ്. ഇവിടെ ആരുമില്ല. പോരെ. രണ്ട് ക്വസ്റ്റ്യൻസ് നേരെ ഇങ്ങോട്ട് പോകും. നിങ്ങൾ അവിടെ നോക്കി അങ്ങോട്ട് വിളിക്കും. നേരെ അതെ ഫോളോ മീ. വേഗം. ഇവിടെ ആരും കാണുന്നില്ല. ഫോളോ മീ. അറിയും. ഇനി നമ്മൾ ഈ കാട്ടിൽ എവിടെ പോയി അന്വേഷിക്കാനാ? ഞാൻ മിണ്ടായിരിക്കണോ? അയ്യോ പാമ്പ്. പാമ്പല്ലോ, ഇത് വേറെ. വേറെ. ഇറങ്ങ. അയ്യോ പോലീസ്. അല്ല വാ. ഏതായാലും നമ്മൾ പോലീസിന്റെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടു. അത് ശരിയാ.
താങ്ക് യു മിസ്റ്റർ ദേവൻ. വെൽക്കം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക്സ്. ആ ആന്റണി, രേഖ എവിടെ? നിന്നോടാ ചോദിക്കുന്നത്. പറ, രേഖ എവിടെ? സർ, ഇവനറിയാം സർ രേഖ എവിടെയാ ഉള്ളതെന്ന്. നിന്നോടാ ചോദിച്ചത്. പറയടാ, രേഖ എവിടെ? പറയടാ. സാർ, എന്നെ അടിക്കരുത്, എല്ലാം ഞാൻ പറയാം. എന്നാ പറ. എല്ലാം പറയാം. രേഖ
രേഖേ, എന്ത് വേണം? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? വളരെ നാളായി എന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു രഹസ്യം. പറയാനുള്ളത് എളുപ്പം പറയൂ. എനിക്ക് പോണം. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പറയണമെന്ന് തീരുമാനിച്ചിട്ട് പറഞ്ഞാ മതി. അത്യാവശ്യം ഒന്നുമില്ല. നിൽക്കൂ. ഞാൻ പറയാം. രേഖേ, ഐ ലവ് യു. ഓ, അതാണ് കാര്യല്ലേ? അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. പ്രേമിക്കാൻ നടക്കുന്നു. വേറെ ആരെയും പ്രേമിക്കാൻ കിട്ടിയില്ലേ നിനക്ക്? എന്നെ മാത്രമേ ഉള്ളൂ. ഹോ, നോക്കിക്കോ, ഞാൻ ഈ കാര്യം എല്ലാരോടും പറയും. നോക്കിക്കോ, ഞാൻ ഈ കാര്യം എല്ലാരോടും പറയും. രേഖേ, രേഖേ, അങ്ങനെ ചെയ്തത്? രേഖയെ ഞാൻ ലവ് ചെയ്യുന്നു സർ. പലപ്പോഴും എന്റെ മനസ്സിലെ ആഗ്രഹം രേഖയോട് തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി പലപ്പോഴും രേഖയെ ഞാൻ സമീപിച്ചു. അപ്പോഴൊക്കെ എന്റെ ബോധ മനസ്സിൽ ഇപ്പൊ വേണ്ട, പിന്നീടാകാമെന്ന് തോന്നലുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സ്റ്റഡി ടൂർ സംഘടിപ്പിച്ചതും നമ്മൾ യാത്ര തിരിച്ചതും. ഇവിടെ വെച്ചെങ്കിലും എന്റെ മനസ്സിലെ ആഗ്രഹം രേഖയോട് തുറന്നു പറയണമെന്ന് ഞാൻ കരുതി. അതിനുള്ള സന്ദർഭം നോക്കിയിരിക്കുമ്പോഴാണ് അരുണും രേഖയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എന്നിട്ടും എന്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. അവസാനം ഇന്നലെ വൈകുന്നേരം. പിന്നെ ആ ബോഡി എവിടെ പോയി? കിടകിൽ വെച്ചത് മാത്രമേ എനിക്കറിയൂ. മറ്റൊന്നും എനിക്കറിയില്ല സർ. സർ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞേ സർ. ഇവനെ ഞാൻ വേണ്ട, നമുക്ക് പോലീസിൽ ഹാൻഡ് ഓവർ ചെയ്യാം.
സത്യം പറ, എവിടാ ബോഡി? അറിയില്ല സാർ. ചോദിച്ചത് കേട്ടില്ലേ? എവിടാ ബോഡി? അറിയില്ല സാർ. രേഖയുടെ ബോഡി എവിടാ? എവിടാ? എവിടെ രേഖ കടങ്ങിൽ ഒളിപ്പിച്ചു വെച്ചത് ശരിയാണ് സാർ, പക്ഷെ ബോഡി എവിടെ പോയെന്ന് അറിയില്ല സാർ. നിനക്ക് അറിയില്ലല്ലേ? സത്യം, എവിടെ രേഖയുടെ ബോഡി? സത്യമാണ് സാർ, ബോഡി എവിടെ പോയെന്ന് എനിക്കറിയില്ല സാർ. സത്യമാണ് സാർ, എന്നെ തല്ലല്ല സാർ. അറിയില്ലടാ, എനിക്കറിയില്ല സാർ. അറിയില്ല സാർ, എനിക്കറിയില്ല സാർ. അറിയില്ലല്ലേ? എവിടാ ബോഡി? അറിയില്ല സാർ. സത്യം പറഞ്ഞോ? സത്യമാണ് സാർ. ബോഡി എവിടെ? അറിയില്ല സാർ, അറിയില്ല സാർ. ആന്റണി പറഞ്ഞത് സത്യമാണെങ്കിൽ പിന്നെ ആ ബോഡി എവിടെ പോയി? അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി വല്ല ക്രൂരമൃഗങ്ങളും? അതിനും സാധ്യതയുണ്ട്. നമുക്ക് ആ വഴിക്ക് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സാർ, ഞാൻ എത്ര ചോദ്യം ചെയ്തിട്ടും അവരൊന്നും പറയുന്നില്ല. ബോഡി ഒളിപ്പിച്ചത് മാത്രമേ അവൻ അറിയാവൂ, മറ്റൊന്നും അറിയില്ലെന്ന് അവൻ പറയുന്നത്. ഈ കാട്ടിൽ ഞങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലമില്ല സാർ. രേഖ രേഖ, നീ എവിടെയായിരുന്നോ? നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ഇല്ല മേഡം, ഈ നല്ല മനുഷ്യനുണ്ടായിരുന്നോണ്ട് ഞാൻ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ ആ വഴി വരികയായിരുന്നു, അപ്പോഴാണ് ആ സംഭവം കണ്ടത്. ഓം വനദൈവങ്ങളെ, അങ്ങനെയാണ് ഇവിടെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് വളരെ നന്ദി. നന്ദി പറയേണ്ടത് ഈശ്വരനോടാണ്. എവിടെയാ രാക്ഷസൻ? അവൻ ഇവരുടെ കസ്റ്റഡിയിലാണ്. നിങ്ങൾക്ക് വലിയ മാന്യന്മാരാണല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു
ആദിവാസികൾ മൃഗങ്ങളെ പോലെ കാട്ടിൽ ജീവിച്ചാലും അവരുടെ മനസ്സിൽ ദയയും സ്നേഹവും എല്ലാം ഉണ്ട്. അമ്മയാര് പെങ്ങളാര് എന്ന് അവർക്ക് നന്നായി തിരിച്ചറിയാം. മനുഷ്യരോട് പെരുമാറാൻ അറിയാം. നിങ്ങളെക്കാൾ 1000 മടങ്ങ് മഹത്വം അവരിലുണ്ട്. സോറി രേഖ, മനുഷ്യരുടെ മഹത്വം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആയുഷ്കാല പുസ്തക പഠനം കൊണ്ട് പഠിക്കാൻ പറ്റാത്തത് ഞങ്ങൾ ഇപ്പൊ പഠിച്ചു. എനിവേ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ആന്റണിയെ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കിക്കൊള്ളൂ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. മൂപ്പ, വളരെ നന്ദി. വരട്ടെ. നല്ലത് വരട്ടെ. രേഖ വരൂ, പോകാം. സോറി മുരളി, ഞാൻ തെറ്റിദ്ധരിച്ചു. നമുക്കെല്ലാം മറക്കാം. ഇറ്റ്സ് ഓക്കെ. Thank you very much for your cooperation, sir. No, it is my duty. Okay, my dear children. Bye. Bye, everybody. താങ്ക് യു സർ. Thank you. Bye, sir. Very good. Thank you. Bye. Bye.